മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വമാ ഒന്നിലും അൻസൽനാ, നാം ഇറക്കിയ ഒന്നിലും അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ മേൽ നാം ഇറക്കി കൊടുത്തു. യൗമുൽ ഫുർഖാന്റെ ദിവസം ഇറക്കി കൊടുത്തു. യൗമുൽ തഖൽ ജംആൻ, രണ്ട് പടയും അഭിമുഖീകരിച്ച ദിവസം ഇറക്കി കൊടുത്തു. ആർക്കിറക്കി കൊടുത്തു? നിങ്ങൾക്കല്ല, നിന്റെ അബ്ദിന്. ഖുർആൻ ആർക്കാണോ ഇറക്കി കൊടുത്തത് അതേ അബ്ദിനാണ് ഞാൻ ആ സഹായം അന്ന് ഇറക്കി കൊടുത്തത്. ആ വിശ്വാസങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എന്തിനും കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പൊ രണ്ട് കാര്യം ഒരു പോയിന്റിലേക്ക് വന്നു. അപ്പോ ഇത് കിതാബുൽ ഫുർഖാനാണ്, ഇന്ന് യൗമുൽ ഫുർഖാനാണ്. കിതാബുൽ ഫുർഖാനും അബ്ദിനാണ്, യൗമുൽ ഫുർഖാനും അബ്ദിനാണ്. അപ്പൊ രണ്ടും ഒരാളിലേക്ക് എത്തി. മറ്റേ ബദരീങ്ങൾ അല്ലാഹു സഹായിച്ചു, ബദരീങ്ങളെ അല്ല സഹായിച്ചത്, സഹായിച്ച ആര്യ? മുത്ത റസൂലുള്ളാഹിനെ സഹായിച്ചു. അതുകൊണ്ട് ആ സഹായം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിന്റെ പേരിൽ ലോകാവസാനം വരെ അവർക്ക് ശുഹറത്ത് കിട്ടി, ലോകാവസാനം വരെ അവർക്ക് ഫാത്തിഹ കിട്ടി, ലോകാവസാനം വരെ അവർക്ക് യാസീൻ കിട്ടി, ലോകാവസാനം വരെ ഏതൊരു മുഅ്മിനും ദ്വാരക്കുമ്പോൾ ബദരീങ്ങൾക്കും പടച്ചോനെ എന്ന് പറയൽ കിട്ടി. എന്തുകൊണ്ട് കിട്ടി? അവർ ഒട്ടിച്ചേർന്ന് നിന്നു. ആരോട്? എന്റെ അബ്ദിനോട്. ആരുമില്ലാത്ത ദിവസം എന്റെ അബ്ദിനെ സഹായിച്ചു. അപ്പൊ ഈ സഹായ അവർ അനുഭവിച്ചോട്ടെ. അന്ന് കിട്ടിയതും അവർക്കല്ല, ഇന്ന് കിട്ടിയതും കാരണവും അവരല്ല, എന്റെ അബ്ദാണ്. എനിക്ക് വലിയ നിന്റെ അബ്ദാണ്, ഞാൻ ഖുർആൻ കൊടുത്ത എന്റെ അബ്ദിനാണ്. ഞാൻ ഈ ദിവസം സഹായം ഇറക്കി കൊടുത്ത ബദരീങ്ങൾക്കല്ല, എന്റെ അബ്ദിനാണ്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. അപ്പൊ ഒറ്റ പോയിന്റ് രണ്ടും ഫുർഖാനാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്തേ അവിടെ ഇബാദിനാ എന്ന് പറഞ്ഞു? അബ്ദിനാ, എന്റെ ഒരേ ഒരു ദാസൻ. ആ ദാസന് ഞാൻ ഖുർആൻ ഇറക്കി കൊടുത്തു. ഏതാണ് ആ ഖുർആൻ? കിതാബുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർപ്പെടുത്തുന്ന ഗ്രന്ഥം. അതിലൊരു ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലായില്ലേ? സമീപിക്കേണ്ട വിധേനെ അതിനെ സമീപിച്ചാൽ, വിധേനെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി പറയും. എങ്ങനെയാണോ ഖുർആനെ സമീപിക്കേണ്ടത്, ഇല്ലെങ്കിൽ യുളില്ലു ബിഹി കസീറൻ, അത് എങ്ങനെ സമീപിക്കണം? ബിതഅളീമി മുഹമ്മദിൻ, ഇല്ലെങ്കിൽ യുളില്ലു ബിഹി കസീറൻ. ഇപ്പൊ ബദരീങ്ങൾ വലിയ നേട്ടം നേടി. എന്തുകൊണ്ട്? ബിതഅളീമിഹിം ഇയ്യാഹു അന്നബിയൽ മുസ്തഫ, ഹബീബായ നബി അവർ വല്ലാതെ ബഹുമാനിച്ചു, അതുകൊണ്ട് അവർ നേടി. ഇന്നും നേടുകയാണ്. ഇന്ന് ബാക്കിയുള്ളവർക്ക് ഒരു ഫാത്തിഹ ഓതിയപ്പോൾ ബദരീങ്ങൾക്ക് നമ്മൾ 3 ഫാത്തിഹ ഓതി. എന്തുകൊണ്ട്? അവരെ അർഹരാണ്. എന്താണ് അവരുടെ അർഹതയ്ക്ക് കാരണം? ആരുമില്ലാത്ത ദിവസം എല്ലാവരും ഉണ്ടായൊരു കാലുണ്ട്, അതല്ല. ആരുമില്ലാത്ത ഒരു ദിവസം അവരെന്റെ അബ്ദിനോട് ഒട്ടിച്ചേർന്നു. അപ്പോൾ ഈ സഹായം അവർക്കും ലഭിക്കാൻ കാരണമായി. അടിസ്ഥാന ഒരു കാരണമല്ല, ഞാൻ എന്റെ അബ്ദിനെ ബഹുമാനിച്ചതാണ്, അല്ലാതെ ഞാൻ ബദരീങ്ങളെ ബഹുമാനിച്ചല്ല. ഞാൻ ആരെ ബഹുമാനിച്ചതാ? എന്റെ അബ്ദിനെ ബഹുമാനിച്ച, ബദരീങ്ങളെ ബഹുമാനിച്ചല്ല. പക്ഷെ ബദരീങ്ങൾ ബഹുമാനികളായി. എന്തുകൊണ്ട്? അവരാ ദിവസം എന്ത് ചെയ്തു? എന്റെ അബ്ദിനോട് ഒട്ടിച്ചേർന്നു. അതില്ലാത്ത ദിവസം അവരെന്റെ അബ്ദിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആയുധങ്ങൾ പോലും അവരുടെ കയ്യിൽ ഇല്ല. 2 കുതിരയുള്ളു, 2 കുതിര, ചില്ലറൊട്ടകം പറഞ്ഞില്ല, ചില്ലറ കത്തി പീച്ചാങ്കത്തി എത്രയേ ഉള്ളൂ. 2 കുതിര, 2 ആകെയുള്ളത് അവരുടെ കയ്യിൽ 2 കുതിര. മറ്റോരെ കയ്യിലോ എത്ര കുതിര എന്ന കയ്യും കണക്കുമില്ല. എത്ര ഒട്ടകം? മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങൾ എത്ര അറക്കുമെന്ന് ചോദിച്ചു. അവരെ കൂട്ടത്തിൽ ഒരാളെ പിടികൂടിയപ്പോൾ മുത്തു മുഹമ്മദ് മുസ്തഫ, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 10 ഒട്ടകത്തിന് അടുക്കും. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു ലികുല്ലി മിഅത്തിൻ വാഹിദ, അവർ 100 ആൾക്കാണ് ഒരൊട്ടകം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അറക്കാൻ പറ്റും. വാഹനത്തിന് ഒട്ടകമില്ല, തികയില്ല. മനസ്സിലായോ പറഞ്ഞത്? ആ ദിവസം അവർ എന്റെ അബ്ദിന്റെ ഒപ്പം ഒട്ടിച്ചേർന്ന് നിന്നു. അപ്പോൾ അവർക്കും കിട്ടി. ആർക്ക് കിട്ടിയത്? എന്റെ അബ്ദിന് കിട്ടിയത്. എന്റെ അബ്ദിന് കിട്ടിയതിൽ നിന്ന് അവർക്ക് അനുഭവിക്കാനായി അവർ ഇന്നത് അനുഭവിക്കാണ്. ഞാൻ കൊടുത്തത് അവർക്കും അല്ല, ഞാൻ കൊടുത്തത് എന്റെ അബ്ദിനാണ്, മുഹമ്മദ്. അപ്പൊ എന്താ അന്നത്തെ ദിവസം? അള്ളാന്റെ അടുക്കൽ വലിയ ആളാണെന്ന് ലോകത്തിന് ഒരു വെളിച്ചം കിട്ടിയ ദിവസം, ഒരു വിഡ്ഢിക്കോ മനസ്സിലാക്കാം. നമ്മൾ ബദരീങ്ങൾ സുന്നികൾ ഇപ്പൊ ഏറെ വന്ന സുന്നിയ ബദരീങ്ങൾ ബഹുമാനിക്കും.
ബദരീങ്ങളല്ലടോ മോനിക്കണ്ട്, ബദരീങ്ങൾ ബഹുമാനത്തിന് വാങ്ങിയോല. അവർക്ക് ബഹുമാനല്ലേ ഉണ്ട്. അത് രണ്ടാം ഘട്ട. ഉമ്മാനെ വിളിച്ചാലുണ്ടല്ലോ കുട്ടി ഒക്കത്തിരിക്കണ കുട്ടിക്കും കല്യാണത്തിന് പോകാം. ഉമ്മാനെ കല്യാണത്തിന് വിളിച്ചാലും ഒക്കത്തിരിക്കണ കുട്ടിക്കും പോകാം. ഈ ഒക്കത്തിരിക്കണ 6 മാസമായ കുട്ടിയും കൊണ്ട് ഈ പെണ്ണ് കല്യാണത്തിന് എന്നാൽ ഇവനെ വിളിച്ചിട്ടില്ലല്ലോ അന്തള്ളവും പറയില്ല. അതേ സമയത്ത് പെണ്ണെട്ടാനായ വേറെ മകനാ ഉമ്മാക്കുണ്ട്, ഓനെ കൊണ്ടെന്നാ ചോദിക്കും, അങ്ങനെ പെരീന്ന് 2 ആൾ വിളിച്ചിട്ടില്ലല്ലോ, പെരീന്നൊക്കെ ഓരോരുത്തരല്ലേ വിളിച്ച് എന്നൊരാൾക്ക് കുത്തി പറയാം. ഒക്കത്തിരിക്കണ കുട്ടിയെയും കൊണ്ട് 6 മാസമായ ഒക്കത്തിരിക്കണ കുട്ടിയും കൊണ്ടാണ് ഈ പെണ്ണ് കല്യാണത്തിന് പോയതെങ്കിൽ 2 ആൾ വിളിച്ചിട്ടില്ലല്ലോ അതല്ലോ പറയില്ല. എന്തുകൊണ്ട് കല്യാണം ആർക്കാണ്? ഈ ഉമ്മാക്ക് തന്നെയാണ്. വിളിയുമാർക്കാണ്? ഈ ഉമ്മാക്ക് തന്നെയാണ്. അവിടെ കിട്ടുന്ന ചോറും കൂട്ടാനും അവിടെയുള്ള പാലൂട്ടയും ഐസ്ക്രീമും ഒക്കെ ആർക്കാണ്? പറയാ ആർക്കാണ്? ഉമ്മാക്കാണ്. ആർക്കല്ല? ഈ 6 മാസം 8 മാസമായ കുട്ടിക്കല്ല. പക്ഷെ കുട്ടിക്ക് തിന്ന. എന്തുകൊണ്ട്? കുട്ടിമ്മന്റെ ഒക്കത്താണ്. മുത്തസിലാണ്, മുൻഫസിലല്ല. ഇന്നത്തെ ദിവസം ബദരീങ്ങളെ ദിവസമല്ലേ എങ്ങായി? മുത്ത് റസൂലുള്ളാഹിക്ക് അത്ര വലിയ ഷറഫുണ്ടെന്ന് അന്തല്ലാത്തവർക്കും മനസ്സിലാക്കാവുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം മനസ്സിലാക്കില്ല. നമ്മൾ പഴയ പാട്ട് പാടി പോവുകയാണെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു. നമ്മൾ കുട്ടിൻ്റെ അങ്ങനെ പറഞ്ഞു. കുട്ടി കല്യാണത്തിന് വന്നപ്പോൾ, കുട്ടി കല്യാണത്തിന് പോയപ്പോൾ അതിനൊരു പാട്ടുണ്ടാക്കി. കുട്ടീനെ വിളിച്ചിട്ടില്ല, കുട്ടിയോട് പോയിട്ടില്ല, ഒക്കത്ത് പോയതാ, വിളിച്ചിട്ടുമില്ല. നമ്മളെ പാട്ട് മുഴുവനും പാടിയത് ഒക്കത്തിരിക്കുന്ന കുട്ടിൻ്റെ പാട്ട്. മനസ്സിലായില്ല? അത് ആമീൻ താത്ത കല്യാണത്തിന് വിളിച്ചത് കൊണ്ട് വന്ന കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഏതോ ഒരു ആമീൻ താത്താനെ കല്യാണത്തിന് വിളിച്ചു. അപ്പൊ ആമീൻ താത്താക്ക് എന്തുണ്ട് പറയേ? 8 മാസം 10 മാസം ഒരു വയസ്സായ കുട്ടിയുണ്ട്. മുത്തസിലാ, മുമ്പസിലല്ല. ഓഫീസാലും ഹൂഫിയാണ്. 2 വയസ്സ് ഏതായാലും മുല കൊടുക്കണല്ലോ. അപ്പൊ 2 വയസ്സെങ്കിലും കുട്ടി എന്താണ്? മുത്തസിലാണ്. എന്തല്ല? മുൻഫസിലല്ല, പിരിഞ്ഞുപോയ കുട്ടിയല്ല, ഒക്കത്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പോ ഇവിടെ ബദരീങ്ങളും ഇല്ല. ഇവിടെ ആരേ ഉള്ളൂ? മുത്തറസോ. പക്ഷെ ബദരീങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട്? ബദരീങ്ങൾ ആരിലെ കൊട്ടി? സഹായം നബിക്ക് വന്നു. ബദരീങ്ങൾ നബിയോടൊട്ടി. അപ്പം കിട്ടും. കിട്ടി. മേലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ താഴെ കണ്ടത്തിലെത്തും. അത്ര തന്നെ. വെള്ളം തിരിച്ച് മേലെ കണ്ടത്തിലാണ്. നേരമ്പോൾ തൂക്കുമ്പോൾ താഴെ കണ്ടത്തിൽ അവിടെ എവിടെയൊക്കെ അങ്ങനെ വെള്ളങ്ങളൊക്കെ ഉണ്ട്. എന്തേ? താഴെ കണ്ടത്തിൽ തിരിച്ചിട്ടില്ല, എന്നാലും ഉണ്ടാവും. എന്തുകൊണ്ട്? മേലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും താഴെ കണ്ടത്തിലുണ്ടാവും. രണ്ട് ജമ്മ ഒരുമിച്ചു. അതിൽ ഒരു ജമ്മ അതുവ ഒരു വലിയ നഷ്ടം കിട്ടി. ഒരു ജമ്മോ മുസ്തഫ നബിനെ ഒട്ടിച്ചേർന്ന് നിൽക്കണവരാണ്. അപ്പൊ നബിയുടെ സഹായം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. അപ്പൊ ഈ 2 ജമ്മും പുറത്താണ്. പിന്നെ കുന്തും ആമൻതും ബില്ല, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങളിലും നബി വിടൂല. നബി മുഅ്മിനല്ലേ? ആണ്. പക്ഷെ ഇവിടെ നബി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ എൻ്റെ അബിദിന് ഞാൻ ഇറക്കി കൊടുത്ത സഹായം നിങ്ങൾ കണ്ടതല്ലേ, അതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി. എന്ത്? അള്ളാഹുവിന് കഴിയാത്തൊരു കാര്യവും ഇല്ല. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അസില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم بربكم ب5,000 من الملائكة مسومين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. അർത്ഥം വെക്കണം. ശരിക്കും നോക്കിക്കോളി. അർത്ഥം വെക്കണം. നോക്കിക്കോളി. നിങ്ങളെ പരിഭാഷയിൽ അർത്ഥം നല്ല ഞാൻ വെക്കണേ. നല്ല നോക്കിക്കോളി.
വലഖദ് നസറക്കുമുല്ലാഹ്, ഏ സഹാബികളെ, ഏ ബദരീങ്ങളെ, നിങ്ങളെ അല്ലാഹു സഹായിച്ചു. ബിബദരീൻ, നിങ്ങൾ ബദറുൽ മുനീറിന്റെ കൂടെ ഉണ്ടായി എന്നതുകൊണ്ട്. വഅൻതും അദില്ലത്തും, എന്നാൽ നിങ്ങളാകട്ടെ വളരെ നിസ്സാരന്മാരും ദുർബലന്മാരും ആയിരുന്നു. ഫതഖുല്ലാഹ്, അതുകൊണ്ട് ആ അബ്ദിന്റെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾക്ക് നന്ദിയുള്ളവരാണ് എന്ന പേര് കിട്ടും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ, നന്ദിയുള്ളവരിൽ നമ്മൾ ചേർക്കട്ടെ. അപ്പോൾ വലഖദ് നസറക്കുമുല്ലാഹു, സഹാബികളെ, ബദരീങ്ങളെ, നിങ്ങളെ നാം സഹായിച്ചു. ബിബദരിൻ, ബദറുൽ മുനീറിനെ കൊണ്ട്. ഓഹോ, അപ്പൊ ഇവരിലേക്ക് ഈ സഹായം വരണമെങ്കിൽ അതാരെ കാരണം കൊണ്ടേ വരൂ? നബിയെ കൊണ്ട്. എന്തുകൊണ്ട് സഹായം ആർക്കാണ്? നബിക്കാണ്. അപ്രതായത്തിലുണ്ട്. പിന്നെ ബദർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബദർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ബിബദരിൻ, ഏറ്റവും വലിയ ബദർ, അത് ബദറുൽ മുനീറാണ്, അത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങളെ സഹായിച്ചു, അള്ളാഹു സഹായിച്ചു. എന്തുകൊണ്ട്? ബിസ്വഹ്ബത്തിൽ ബദരിൽ മുനീർ, നിങ്ങൾ ബദറുൽ മുനീറിന്റെ സാഹിബികളായി. ഔ ബി മുജാവറത്തിൽ ബദറിൽ മുനീർ യൗമൽ തഖൽ ജമാൻ, ആ ദിവസം നിങ്ങൾ ആരെ കൂടെയുണ്ട്? ബദറുൽ മുനീറിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ബദറുൽ മുനീറിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് അള്ളാഹു നിങ്ങളെയും സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. വഅൻതും അദില്ലത്തും, നിങ്ങളാട്ടെ നിസാരന്മാരുമാണ്, ദുർബലന്മാർ, ഒന്നിനും കഴിയൂല. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണം. നല്ലോണം ഉഷാറിലിരിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. വലഖദ് നസറക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ സഹായിച്ചു. ബിബദരിൻ, ബദറിനെ കൊണ്ട്. അവിടെ ഇസ്തിആനത്തിന് മാന, അതായത് ബദറുൽ മുനീറിന്റെ സഹായം കൊണ്ട്, ബദറുൽ മുനീറിന്റെ ബറക്കത്തിന്റെ സഹായം കൊണ്ട് നിങ്ങൾക്കും ഈ സഹായം കിട്ടി. ബദറുൽ മുനീറിന്റെ സ്വഹബത്തോട് നിങ്ങൾക്കും സഹായം കിട്ടി. ബദറിൽ വെച്ച് എന്ന് പറഞ്ഞൂടെ? എല്ലാ സ്ഥലത്തും എവിടെ വെച്ചാണ്? ബദറിൽ വെച്ച്. ആ സ്ഥലത്തിന്റെ പേരും ബദറാണ്. കാര്യങ്ങൾക്കൊക്കെ സ്ഥലത്തിന്റെയോ കാലത്തിന്റെയോ സന്ദർഭത്തിന്റെയോ അവസ്ഥകൾ പറയുന്നത് ഖുർആന്റെ പൊതുവായ രീതിയല്ല. ഇത് നടന്നത് ബദറിൽ വെച്ച്, ബദർ യുദ്ധത്തിലാണെന്ന് ഇപ്പുറത്ത് മനസ്സിലാക്കാൻ കഴിയും ചെയ്യും. അപ്പൊ ഇവിടെ ബദർ എന്ന വാക്കുകൊണ്ട് എന്തർത്ഥമാക്കുന്നതും കൂടുതൽ ശരിയാണ്. ബദറുൽ മുനീർ, മനസ്സിലായില്ല? ഈ സഹായം ലഭിച്ച സ്ഥലം ബദറാണ്, ബദർ എന്ന ദേശമാണ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബദറിന്റെ അർത്ഥം എന്താകാം? എന്താവാൻ കൂടുതൽ സാധ്യത? എന്താവാൻ? ഞാൻ ബദറിൽ വെച്ച് എന്നൊരാൾ അർത്ഥം വെച്ചാൽ തെറ്റാണോ? തെറ്റൊന്നുമല്ല. പക്ഷേ അതേ സമയത്ത് ഒന്നും കൂടി കൂടുതൽ ശരി, ബി ബദറിൻ, ബദറിനെ കൊണ്ട് നിങ്ങളെ സഹായിച്ചു. അതേതാണ് ആ ബദർ? ഏറ്റവും വലിയ ബദർ, അത് ബദറുൽ മുനീറാണ്. എനിക്ക് ഒരുപാട് പേരുണ്ട്. എന്റെ ഈ പേര് അള്ളാഹു ഇവിടെ വിളിക്കാൻ കാരണം ഇത് ബദർ ആ സ്ഥലത്തിന്റെ പേരിനോട് യോജിച്ച പേരാണ്. അപ്പൊ ബദറുൽ മുനീറായ തലഅൽ ബദ്റു അലൈന, ഈ ആള് വന്നപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബദർ വന്നല്ലോ, ബദർ പൊട്ടിയല്ലോ, പൊട്ടി വിടർന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബദറിനെ അറിയും. ഈ ആൾക്ക് ബദർ എന്ന് പറഞ്ഞതും ഒരു കൊല്ലം മുമ്പ് വരെ തന്നെയാണ്. ഇവിടെ ആയത്തിൽ മാത്രം എന്തിനാ അർത്ഥം മാറ്റണം? ബദറുള്ളത് കൊണ്ട് അല്ലാഹു സഹായിച്ചു. അതേതാ? നിങ്ങൾ കഴിഞ്ഞൊല്ലം പാടിയ ബദർ തന്നെ വലിയൊരു പേരാണ് റസൂലുള്ളാഹിക്ക്. റസൂലുള്ള ബദറിലാണെങ്കിലും ബദറിലല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ പേരെന്താണ്? ബദർ എന്നാണ്. അപ്പൊ ബദറിൽ വന്നു. റമളാനിലാണ് വിരുന്ന് നടത്തി പോയത്. ഗൾഫ് നാട്ടിലൊക്കെ പ്രത്യേകിച്ച് മിസ്രികൾക്കൊക്കെ റമളാൻ ധാരാളം പേര്. അപ്പൊ മുത്താപ്പാന്റെ പേരിക്ക് റമളാൻ എന്ന് പേരുള്ളവൻ ഒരു റമളാൻ മാസത്തിൽ വിരുന്ന് നടക്കാൻ വേണ്ടി വന്നാൽ എന്ത് പറയാ? റമളാനിലാണല്ലോ വന്നത് എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് തന്നെയാണ്? റമളാനാണ്. ഈ ആളെ പേര് റമളാനാണ്, വന്ന മാസം റമളാനാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത്, ഈ അല്ലാഹു തആല സഹായിച്ച വ്യക്തിയുടെ പേരെന്താണ്? ബദർ. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ബദർ. അവിടേക്ക് യോജിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ബദർ എന്ന് പറയൽ തന്നെയല്ലേ?
ഈ വ്യക്തിയെ ബദർ എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാവും? കാരണം ഇവർ ഈ വ്യക്തിയെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സ്വഹാബികൾ ഒരു കൊല്ലം മുമ്പ് ത്വലഅൽ ബദ്റു അലൈന മിൻ സാനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫ്തൽ മദീന مرحبا يا خير داعي يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم صلاة والسلام عليك يا رسول الله صلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا إمام المتقين خذ بيدي يا رسول الله خذ بيدي يا حبيب الله خذ بيدي يا شفيع المذنبين يا رسول الله قلت حيلتي فأدركني يا حبيب الله قلت حيلتي فأدركني يا رسول الله قلت حيلتي فأدركني يا رسول الله. നമുക്ക് നമ്മൾ വെക്കണർത്ഥം വെച്ചോക്ക, നമ്മളൊക്കെ വെക്കണർത്ഥം സാധാരണ നമ്മൾ വെക്കണ അർത്ഥം ഉണ്ടല്ലോ, അർത്ഥം വെച്ച് നോക്കുക. ആ അർത്ഥം വെച്ചാൽ ഒരു സുഖമില്ലായ്മ ഉണ്ടായില്ലേ? എന്താണ് അർത്ഥം? വലഖദ് നസറക്കുമുല്ലാഹ്, ഈ നബിയും സഹാബികളും കൂടിയവരെ നസറക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ സഹായിച്ചില്ലേ? ബിബദരിൻ, ബദറിൽ വെച്ച്. വഅൻതും അദില്ലത്തുൻ, അന്ന് നിങ്ങൾ നിസ്സാരന്മാർ ആയിരുന്നല്ലോ. നിസ്സാരൻ എന്ന് നബിയെ പറ്റി പറയാൻ പറ്റുമോ? അപ്പൊ നബി പുറത്താണ്. കഴിഞ്ഞ ആയത്തിൽ നബി പുറത്താകാൻ കാരണം അവിടെ നബിക്ക് അബ്ദ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിൽ നബി ബദർ തന്നെ കിടക്കുന്നത്. കാരണം അതില്ലത്തുൻ എന്നതിൽ ആരുണ്ടാൻ പാടില്ല, നബി ഉണ്ടാൻ പാടില്ല. അപ്പൊ എന്താ അർത്ഥം? വലഖദ് നസറക്കുമുല്ലാഹ്, സ്വഹാബികളെ നിങ്ങളെ അല്ലാഹു സഹായിച്ചു. ബിബദരിൻ, ബദറുൽ മുനീറിൽ ഉള്ളത് കൊണ്ട് സഹായിച്ചു. വഅൻതും അദില്ലത്തുൻ, ബദറുൽ മുനീറിനെ മാറ്റി ഞങ്ങളൊക്കെ നിസ്സാരന്മാർ. നിന്യൻ, നിസാരൻ, ദുർബലൻ. ഏറ്റവും ചുരുക്കി അർത്ഥം പറഞ്ഞാൽ ദുർബലൻ പറയണം. റസൂലുള്ളാഹിനെ എങ്ങനെ ദുർബലൻ എന്ന് പറയുന്നു? റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ആരാ? റസൂലുള്ളാഹി അഖ്വൽ അഖ്വിയ ആണ്. ഏറ്റവും വലിയ ശക്തന്മാരിൽ ശക്തനാണ് ആര്? ഹബീബാ റസൂലുള്ളാഹി. നീചൻ എന്ന റസൂലുള്ളാഹിനെ പറ്റി പറയാനല്ലോ, നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഹബീബാ റസൂലുള്ളാഹി ആരാണ്? ഹബീബാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബാ റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിസ്സാരനെ എങ്ങനെ റസൂലുള്ളാഹിനെ പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ നിഅമത്തുൽ കുബ്ര വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ആ നിഅമത്തിന്റെ അർത്ഥം അൻനിഅമത്തുൽ കുബ്ര, അല്ലാഹുവിന്റെ ഹബീബാണെന്ന് പറഞ്ഞ എത്ര ഇമാമികൾ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്തുൽ കുബ്രയാണ് ആര്? ഹബീബാ റസൂലുള്ളാഹി. ആ റസൂൽ എങ്ങനെ അതില്ലത്തിൽ പെടുക? ഒന്ന്, രണ്ട്, ഒറ്റ അടിക്ക് തികയില്ല ആ 313. പിന്നെ നബി എങ്ങനെ ദലീലാക്കുക? ആ 313 കൂടി നബിക്ക് ഒരു ഒറ്റടിക്ക് തികയില്ല. അത്രയും വലിയ ആളാണ് ആര്? അള്ളാഹുവിന്റെ സഹായം സദാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന, മനസ്സിലാവേണ്ട പറഞ്ഞത്, അങ്ങനത്തെ ആളാണ് ആര്? ഹബീബാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനത്തെ ആളെങ്ങനെ അതില്ലത്തിൽ പെടുക? അതില്ലത്തിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? നിസ്സാരന്മാർ. അപ്പൊ നബി ഇതിൽ പെടാൻ പാടില്ല. അപ്പൊ വലഖദ് നസറക്കുമുല്ലാഹു, സഹാബികളെ നിങ്ങൾ അല്ലാഹു തആല സഹായിച്ചു. ബിബദരിൻ, ബദറുൽ മുനീർ ഉള്ളതുകൊണ്ട്. വഅൻതും അദില്ലത്തുൻ, ബദറുൽ മുനീറിനെ മാറ്റി വെച്ചാൽ നിങ്ങൾ 313 എത്ര തന്നെയാണ്? ദുർബലന്മാര്, നിസ്സാരന്മാരാണ്. ബദറുൽ മുനീർ ഉള്ളതുകൊണ്ടാണ്. ഇരുപത്തഞ്ച്, 35, 55, 66, 90 മണ്ണര ഒന്നിച്ച് കിട്ടിയ മീനിന് ഇങ്ങനെ ആട്ടാനുള്ളൂ. പക്ഷെ ആ മീനിന്റെ ഉള്ളിൽ ഒരാൾ കയറിപ്പോയി. ആര്? ചൂണ്ടല്. ഇങ്ങനെ നടക്കൂല.
ഞാൻ ഒരു സാധനത്തിന് മീൻ പേടിക്കും. നീ 25, 55, 150 കിലോ ഉണ്ടെങ്കിലും ഇതുമ പൊന്തിക്കും. എന്തേ? മനസ്സിലായില്ല. ഒരു 100 മണ്ണര ഒന്നിച്ച് വന്നാലും 100 മണ്ണര ഒന്നിച്ച് വന്നാലും മീനിന് ഇങ്ങനെ ഇടാനുള്ളൂ. അതേ സമയത്ത് 1 മണ്ണരനെയും മീൻ പേടിച്ച് മീനെ കുടുക്കി കരിയിലിടും. എന്ത്? മീനിന്റെ ഉള്ളിൽ മീൻ ആരിന്റെ മുജാവറത്തിൽ കയറി? ചൂണ്ടലിന്റെ. ഇനി അത് നിസ്സാരനല്ല. ചൂണ്ടലിനെ മാറ്റിച്ചാൽ മണ്ണര എന്താണേനും എന്താ ഇപ്പൊ ഇതിലും വലിയൊരു ഉദാഹരണം പറയുന്നത്? ചൂണ്ടലിനെ മാറ്റിച്ചാൽ മണ്ണിര നിസ്സാരെന്നോ? നിസ്സാരത്തിനേക്കാൾ നിസ്സാരല്ലേ? മനസ്സിലായോ? അർത്ഥമൊക്കെ സ്വഹാബികളെ, വലഖദ് നസറക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ബിബദരിൻ, ബദറുള്ളതുകൊണ്ട്. അതേതാ? അത് ബദറുൽ മുനീറാണ്. വഅൻതും അതില്ലത്തുൻ, നിങ്ങളാകട്ടെ മാറ്റിച്ചാൽ, ആ അബ്ദിനാണ് മാറ്റിച്ചാൽ. മറ്റേ ഈ ആളെ മാറ്റിച്ചാൽ വഅൻതും അതില്ലത്തുൻ, നിങ്ങൾ ആരാണ്? നിസ്സാരന്മാര്. ഇന്നലെ വരെ നിസ്സാരന്മാരാണ്, നിങ്ങൾ നിസ്സാരന്മാരാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ട്. ഒരാൾ നിസ്സാരൻ, അയാൾക്ക് പേടി ഉണ്ടാവുമ്പോഴാണോ നിസ്സാരനാക്കുക? ഇവർക്ക് സ്വയം എന്തുകൊണ്ട് ഇവര് അവരുടെ ഉരുക്ക് സമാനങ്ങളോട് അവരുടെ എണ്ണപ്പെരുപ്പവും കണ്ടപ്പോഴത്തിന് ഇവർക്ക് എന്തായി? പേടിയായി. അതുകൊണ്ടും അതില്ലെത്തുന്ന് പറഞ്ഞു. അതേ സമയത്ത് ഒരാളുണ്ട്, ആ ആൾക്ക് പേടിയില്ല. പിന്നെ ആ രണ്ടാം നമ്പർ അപ്പൊ പറഞ്ഞത് റസൂലുള്ളാഹിനെ അതില്ലത്തിൽ പെടുത്താൻ പാടില്ല. ഒന്ന്, പേടി ആർക്കില്ല? റസൂലുള്ളാഹിക്ക് ഇല്ലെന്നെ. റസൂലുള്ളാഹിക്ക് പേടിയല്ല, പേടിയില്ലാത്ത റസൂലുള്ളാഹ്. എന്തുകൊണ്ട്? ഇവർ പേടിച്ച റസൂലുള്ളാഹി ചോദ്യം കേൾക്കുന്നുണ്ട് അടുത്തായിട്ട്. ഇത് തഖൂലു ലിൽ മുഅ്മിനീന, ഈ ബദരീങ്ങളോട് നിങ്ങൾ പറഞ്ഞ സന്ദർഭം, എന്റെ റസൂലാകുന്ന നിങ്ങൾ പറഞ്ഞ സന്ദർഭം എന്താണ്? സന്ദർഭം അലൻ യക്ഫിയക്കും അയുമിദ്ദക്കും റബ്ബുക്കും ബിസലാസത്തി ആലാഫി മിനൽ മലായികത്തി മുൻസരീൻ, ഒരു 3000 മലക്കുകളെ അല്ലാഹ് ഇറക്കി തന്നെ നിങ്ങൾക്ക് മതിയാവൂലേ? അപ്പൊ ഇയാൾക്ക് എന്ത് പേടിയാ? ഈ ആളെങ്ങനെ ഇതിൽപ്പെടുന്നത്? മറ്റവർക്ക് പേടി തന്നെയാണ്. ഇല്ലെങ്കിൽ ചോദിക്കേണ്ടതെന്നല്ലോ. മനസ്സിലായില്ല? ജീവൻ പോകുമ്പോ ഒരു പേടി ആർക്കും ഉണ്ടാവൂലേ? എന്ത് മനുഷ്യന്മാരാ ഇവർ! ജീവൻ കൊടുക്കാൻ വന്നത് തന്നെ, എന്നാൽ ജീവൻ കൊടുക്കണത് എന്തുണ്ടാവും? പേടിണ്ടാവൂല. ജീവൻ കൊടുക്കാൻ നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ. ജീവൻ കൊടുക്കന്നെ. കാരണം നമ്മളെ കയ്യിൽ എന്തില്ല? ആയുധല്ല. അവരെ കയ്യിൽ ആയുധമുണ്ട്, അവരെ എണ്ണമുണ്ട്. അപ്പൊ ഇത് തഖൂലു നബിയെ അങ്ങ് പറഞ്ഞു. ലിൽ മുഅ്മിനീന, ആ നിസ്സാരന്മാരായ മുഅ്മിനീങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞു? അലൻ യക്ഫിയക്കും, നിങ്ങൾക്ക് പോരെ? അയുമിദ്ദക്കും, നിങ്ങളെ സഹായിക്കൽ, റബ്ബുക്കും, നിങ്ങളെ റബ്ബ് സഹായിക്കൽ പോരെ? ബിസലാസത്തി ആലാഫി മിനൽ മലായിക, മലക്കുകളാവുന്ന 3000 കൊണ്ട് മുൻസരീൻ, അവർ ഇറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരും. ഒരു 3000 നിങ്ങൾക്ക് മതിയാവൂലേ? അപ്പൊ ഇവർക്കും ജീവൻ വെച്ചു. അങ്ങനെയാണോ? ഇത് നേരത്തെ അറിയുന്ന ആളാണ് ആര്? പിന്നെ ഈ മനുഷ്യൻ എങ്ങനെ ദലീലാണ്? ദലീൽ ഒരിക്കലും അല്ല, ഇവിടെയും ദലീലല്ല. 2 തെളിവ് പറഞ്ഞു. ബദറാകുന്ന അങ്ങ് ഇവരോട് എന്ത് പറഞ്ഞു? ഇത് തഖൂലു, അങ്ങ് പറഞ്ഞു. നബിയെ അങ്ങ് പറഞ്ഞു. ലിൽ മുഅ്മിനീന, ഈ പേടിച്ചരണ്ട് നിൽക്കുന്ന പറയ മനുഷ്യ, ഞാൻ മരിക്കാൻ പോകുകയാണെങ്കിൽ മരിക്കും പരിപാടി ഉണ്ടാവില്ലേ? ജീവനെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ അയാൾക്ക് ജീവൻ പോകില്ല എന്ന് ഉറപ്പാണോ? നേരത്തെ വിവരം കിട്ടിയാക്കല്ലേ അതുണ്ടാവുള്ളൂ. മറ്റോരെ പടിയും കോപ്പും കുണ്ടൊക്കെ അങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരാൾക്ക് ചെറിയാണ്. എന്ത് ഇതിപ്പോ പൊളിയും? ആൾക്ക് നേരത്തെ തന്നെ എന്തറിയും? ഓലെ കുന്തം കൊടുക്കോപ്പും നമുക്ക് മദീനയൊക്കെ കെട്ടണം. നമ്മക്കത് കെട്ടാൻ മാത്രമേ നമ്മളതിൽ ഒട്ടകല്ല. അപ്പൊ ഞാൻ അതിനെന്താണ് ചെയ്യാന്നാണ് ഇയാൾ ആലോചിക്കുന്നത്. മനസ്സിലായില്ല? ഇവരെ കുന്തം കോപ്പും പടച്ചപ്പുറം മുഴുവനും, മനസ്സിലായില്ല? ഇഷ്ടംപോലെ കുതിരയും ഒട്ടകവും ഒക്കെ. അപ്പൊ ഇനി ആ ഒട്ടകപ്പുറത്ത് കെട്ടി കൊണ്ടുപോകണം. കുറച്ച് ഇവിടെ ഇങ്ങോട്ട് വന്ന എളുപ്പത്തിൽ ഇനി അങ്ങോട്ട് പോകാൻ കഴിയൂലല്ലോ എന്നാണ് ഈ ആളാലോചിക്കുന്നത്. എന്തുകൊണ്ട്? ഓല സാധനമൊക്കെ മിനിറ്റ് കൊണ്ട് നമ്മളതാകാണ്. പിന്നെ ഈ മനസ്സിൽ എങ്ങനെ ദലീലാക്കുക?
ഈ മനുഷ്യൻ ഒരു കാലത്ത് ദലീലല്ല, ഒരു തെളിവ്. രണ്ട്, ഇപ്പോഴും ദലീലല്ല എന്നോട് ഇത് തഖൂലു. ഇവിടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഞാനൊരു 3000 മലക്കുകളെ ഇറക്കിയ സന്ദർഭം ഓർമ്മല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ നബിക്ക് ഇവിടെ നബിക്ക് വിവരം നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആദ്യം തിരിയുന്നുണ്ടോ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ തിരിയാതിരിക്കാൻ വേണ്ടി നീർച്ചയാക്കിക്കണോ പറയും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ഇവിടെ നബിക്ക് നേരത്തെ വിവരം കിട്ടിയതല്ലേ ഇവിടെ പറയും. ഈ വാക്ക് അള്ളാഹ് എങ്ങനെ പറയാ? ഞാൻ നിങ്ങളെ 3000 മലക്കുകൾ കൊണ്ട് സഹായിക്കാം. അപ്പൊ നബിക്കോ അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ആരെ പ്രത്യേകത വെളിവാവൂല. അതാണ് ചങ്ങായി ദീന്. ദീന് പറഞ്ഞാൽ ഖുസൂസിയത്ത് അളമത്ത് മുഹമ്മദ ദീന്. അതാണ് പക്ക വഹാബി ദീന്. വഹാബിക്ക് പഠിക്കാൻ നടക്കണം മൂല്യന്മാരെ, അതാണ് ദീന്. ദീന അളമത്ത് മുഹമ്മദാണ്. അപ്പോൾ അളമത്ത് മുഹമ്മദിനെ വെളിവാക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഇതിപ്പോ ഇങ്ങനെ പറയണ്ടില്ലല്ലോ, ഞാൻ 3000 മലക്കലിനെ അയച്ചില്ലേ, പിന്നെ 2000 വേറെയും വന്നില്ലേ, പിന്നെ 5000 അങ്ങനെ പറഞ്ഞൂടെ? ഇത് തഖൂലു അങ്ങ് പറഞ്ഞല്ലോ. ആ സന്ദർഭത്തിൽ ലിൽ മുഅ്മിനീന, ഈ പേടിച്ചരണ്ട് നിൽക്കുന്ന, എന്നോട് ഇവര് പേടിച്ചവരാണ്. തൊട്ടുമുമ്പുള്ള ആയത്തുണ്ട്, അന്തും അതില്ലത്തും, നിസ്സാരന്മാരായിക്കാണ് ബദർ യുദ്ധം തുടങ്ങാൻ നേരത്ത്. നമ്മളിപ്പോ എന്താ കാട്ടുക എന്ന വിചാരത്തിൽ ഞങ്ങൾ നിൽക്കണത്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരീശിൽ ഇരുന്ന് എന്തേ യുദ്ധകളത്തിൽ ഇറങ്ങാഞ്ഞു? എന്തേ ഇറങ്ങാഞ്ഞു? യുദ്ധക്കളത്തിൽ ഇറങ്ങിയ സമയമുണ്ടല്ലോ, സന്ദർഭമുണ്ട്. ഇത്രയൊന്നും പ്രധാനമല്ലാത്ത ഹുനൈൻ യുദ്ധക്കളത്തിൽ മുസ്തഫ നബി ഇറങ്ങിയല്ലോ. എന്തുകൊണ്ട് ഇറങ്ങി? അവിടെ വരൂല, യുദ്ധത്തിന് ഇറങ്ങൂല. ആര്? മലായിക്കത്ത്. അപ്പൊ പണിയെടുക്കണം. അപ്പൊ റസൂലുള്ള പണിയെടുത്തു. മറ്റത് എന്താണെങ്കിലും ഇവർക്ക് ഇനി ഇതിൽ പണി ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്തിനാ പണി ഇല്ലാത്ത പണിക്ക് ഞാൻ പോണത്? മനസ്സിലായില്ല. ഇതാർക്ക് നേരത്തെ അറിയും? റസൂലുള്ളാഹിക്ക് അറിയും. ഇവിടെ യുദ്ധക്കളത്തിൽ ഒരു പണിയേ ഇല്ല എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ഇതുവരെ എങ്ങനെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞാൽ മതി, പണി മറ്റവരെടുക്കും. ഇത് ആർക്കറിയാം? റസൂലുള്ളാഹിക്ക് അറിയാം. ആരാണ് മലക്ക്? എത്ര മലക്ക് ഇറങ്ങുന്നത്? 3000 പോരെന്ന് വെച്ചിട്ട് 5000 തരാന്ന് പറഞ്ഞു. അതൊരു അങ്ങനെയാണ് സന്തോഷിപ്പിക്കുക. നമുക്ക് 5000 പോരെന്ന് വെച്ചാൽ പിന്നെ അതിനേക്കാൾ നല്ലതാണ് എന്ത്? 3000 പോരേ. അപ്പൊ ബല മനസ്സിൽ അതൊക്കെ തന്നെ ഏറെ അല്ലേനാ. അപ്പോഴാണ് പിന്നെ പറയണത് എന്ത്? എന്നാ 5000 തരുന്നുണ്ട്. ഇവിടുന്ന് കൂളിമാട് ഓട്ടോറിച്ചൊക്കെ എത്ര ചോദിച്ചു? പിന്നെ 30 റുപ്യാണ്. ഞാനൊക്കെ 50 റുപ്യാണ് തരാം. ഈ ഓരോ ചോദിച്ചു. അതാണല്ലോ നല്ലത്. എന്ത്? ഒരു 50 റുപ്യക്ക് കൂളിമാട്ടിക്ക് ഓട്ടോറിച്ചക്ക് പോരോന്ന് ചോദിച്ചിട്ട് കുണുങ്ങിക്കളിനേക്കാൾ നല്ല എന്താ? എത്ര ഇവിടുന്ന് ഓട്ടോറിച്ചക്ക് പിന്നെ 30 റുപ്യാണ്. എന്നാ ഞാനൊക്കെ 50 റുപ്യാണ്. ഓട്ടം മിസ്സാക്കിയിട്ട് പോയി. എത്ര ഇവിടുന്ന് പിന്നെ എയർപോർട്ടിൽ എൻ്റെ ഓട്ടോറിച്ചക്ക് പോകണം. എത്ര ഇവിടുന്ന് എയർപോർട്ടിൽ ഇവിടുന്ന് 500 റുപ്യാണ്. എനിക്ക് 1000 പിടിച്ചോന്ന്. അപ്പൊ അത് കേൾക്കുമ്പോ ഇവൻ എന്തുണ്ട്? 500 കിട്ടിയാൽ തന്നെ എമ്പാടുന്നാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് 1000 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർത്താനം ഉണ്ടായത്. അല്ലാതെ അള്ളാന്റെ ഓഫീസിൽ നിന്ന് ആദ്യം 3000 ഇറക്കാണെന്ന് വിചാരിച്ച് പിന്നെ ജിബിരിയിലും നബിയും കൂടി ആലോചിച്ചത് എന്നാ പിന്നെ 5000 ആയിക്കോട്ടെ. അതല്ല, അള്ളാഹ് ആദ്യം തന്നെ എത്ര തീരുമാനിച്ചാണ്? 5000. പക്ഷെ ഇവരോട് എന്ത് പറഞ്ഞു? പേടിച്ചരണ്ടിരിക്കാണ്. അപ്പൊ ഇവരോട് അതില്ലാത്താണ്. ഇവര് നിസ്സാരന്മാരായി നിൽക്കണം. ഞങ്ങൾക്ക് ഇതിന് കഴിയില്ലാന്ന് വിചാരിച്ചിരിക്കണം. അപ്പോഴാണ് ഇവരോട് എന്ത് പറയണത്? ഒരു 3000 മലക്കൊക്കെ ഇറങ്ങിയാ പോരേ. അപ്പോഴത്തേനും അവര് വിചാരായി എന്ത് 3000 മലക്കോ? അപ്പോഴാണ് പിന്നെ പറയണത് എന്ത്? 3000 5000. പിന്നെ അവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവൂല. ആരാ ഇറങ്ങണത്? അപ്പൊ നബി അവിടെ അരീശിലിരുന്നു. നീ അന്തല്ലാത്തവൻ എന്ത് പറയാ? മുഹമ്മദ് ഒരു ലിബറലിസ്റ്റിന് എന്ത് പറയാ? കുരുതി കൊടുത്തേക്ക് വേണ്ടി സ്വന്തം പട്ടാളത്തെ അയച്ചിട്ട് പേടിച്ചിരണ്ടിരുന്നില്ലേ? അതല്ല ഇവിടെ സംഭവം. അവിടെ നബിയാണ്ട് ഇറങ്ങിയ സ്ഥലം ഉണ്ടാവൂല. കാരണം ഇവിടെ ആരുണ്ട് പറയേ? ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടായപ്പോ ഹബീബ നബി തള്ളവിരലിൽ നടന്നു, ബാക്കിയുള്ളവർ നേരി നടന്നു. എന്റെ കഴിഞ്ഞപ്പോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇസ്ദഹമത്തിന് മലായിക്ക, മലക്കുകൾ തിക്കിത്തിരക്കി. അപ്പൊ ഞാൻ എന്റെ തള്ളവിരലിൽ നടക്കേണ്ടി വന്നു. ഇത് മറ്റൊരുക്കറിയില്ല. റസൂലുള്ളാഹിക്ക് ഇറങ്ങാം. അവിടെ എന്തില്ല പറയട? അവിടെ എത്ര മലക്കുകൾ ഇറങ്ങണ്? 5000 അല്ലേ? ഇതൊക്കെ റസൂലുള്ളാഹിക്കുള്ളതാണ്. ഇവരതില്ലത്തുമാണ്.
നിങ്ങളിപ്പം ഇന്ന് ബദരീങ്ങൾ ആണ്ട് നടത്തുന്നത് അവരെ കൂട്ടത്തിൽ ബദറുൽ മുനീർ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവർ അതില്ലത്താണ്. അതില്ലത്തിന് ആരടാ ചങ്ങാതി ബദരീങ്ങളാണ്ട് എടുത്ത? ഇവർ അതില്ലത്താണെങ്കിൽ ഇവർക്ക് ബദരീങ്ങളാണ്ടോ? ഇവരാരാ? ഖുർആൻ ഇവരെ പറ്റി എന്താ പറഞ്ഞ്? നബിയെ മാറ്റിച്ചാൽ എന്താ ഇവരെ പറ്റി പറഞ്ഞത്? വഅൻതും അതില്ലത്തും. ഇവർ അതില്ലത്താണെങ്കിൽ ഇവർ പിന്നെ അതില്ലത്തല്ല. എന്തുകൊണ്ട് അതില്ലത്തല്ല? ഇവര് ആരൊപ്പം നിന്നു? ബദറുൽ മുനീറിനൊപ്പം നിന്നു. അത് നടന്നത് ബദറിൽ വെച്ചാണ്. ആയിക്കോട്ടെ, രണ്ടാളെ പേരും ബദർ തന്നെ, സ്ഥലത്തിന്റെ പേരും ബദർ, സായ ഇറക്കി അള്ളാഹു കൊടുത്ത ആളെ പേരും ബദർ. ഒന്ന് ബദറെന്ന ദേശം, ഒന്ന് ബദറെന്ന വ്യക്തി. പിന്നെ ബദറെന്ന ദേശത്തിനേക്കാൾ ബദറെന്ന വ്യക്തിയല്ലേ പറയണ്ടേ? അത് ബദർ തന്നെയല്ലേ? ഇവർക്ക് ബദറിൽ വരുന്നതിന് മുമ്പേ പരിചയമുള്ള ബദറാണ് ബദറുൽ മുനീർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ അടുത്ത ആയത്തിൽ നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം ബദറുൽ മുനീറിന്റെ ദിവസമാണ്. യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജമാഅ. അങ്ങനെ മനസ്സിലാക്കണ്ടേ? റസൂലുള്ളാഹിയാണത്, ബദർ റസൂലുള്ളാഹിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആണ്ട് നടത്തും. അല്ലാഹുവിന്റെ സഹായം മുത്തുനബിക്ക് വെളിവാക്കി കൊടുത്തിട്ട് അള്ളാഹിന്റെ അടുക്കൽ മുത്തുനബി ഏറ്റവും മഹാനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. അതാണ് ഇന്നത്തെ ആണ്ട്. ഇല്ലെങ്കിൽ മറ്റൊരു ഇൻസാന്മാരാണ്. അപ്പൊ ഇന്നത്തത് ഇന്നൊരു മൗലൂദിന്റെ ദിവസം, ഇന്നൊരു അളമത്ത്, ഇന്ന് തഅലീമിന്റെ ഇൽഹാർ തഅലീമി റസൂലില്ലാഹ്. അല്ലാഹു തആല തന്റെ അബ്ദിനെ ഏറെ ആദരിച്ചത് വെളിവാക്കിയ ദിവസം. ഈ ആദരവ് എന്നുണ്ട്, പക്ഷെ അന്തള്ളവർക്ക് അത് തിരിയുള്ളൂ. ഇന്ന് അന്തല്ലാത്തവർക്കുണ്ടില്ല. കാരണം അങ്ങനെയാണ് സാധിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്താ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ അടരാടി എന്നതല്ല ഇന്നത്തെ പ്രത്യേകത. ഊരെന്താ അടരാടുന്നത്? 5000 മലക്കൾ ഒന്ന് വിളിക്കും, വല്ല പണിയുണ്ടാവും? മൃഗത്തെ പണിയെടുത്തവർക്ക് വേണ്ടി വല്ല ആണ്ടും നടത്തണമെങ്കിൽ ഊഹദീങ്ങൾക്ക് നടത്തിക്കൊള്ളി. ഇപ്പോൾ പണിയില്ലാത്തവർ മൃഗത്തെ പണി. പിന്നെയും പറയേണ്ടത് പാവം അബൂജഹലെന്നാണ്. കാരണം ഓന്റെ പിള്ളതാകെ 1000. ഇവിടെയോ 5000 മലക്ക. മലക്ക പറഞ്ഞാൽ ഒരു മലക്കിന് ഈ ഭൂമിയാകെ ഒരു ഷോർട്ട് പുട്ടിന്റെ ഉണ്ട് തന്നെ അത്രേ ഉള്ളൂ. അതാ മലക്ക്. അങ്ങനത്തെ ചങ്ങന്മാരെ നിങ്ങൾ കരിഞ്ഞുകൊണ്ട് ആ ബദരീങ്ങൾ കഷ്ടപ്പെട്ടു. എന്താ കഷ്ടപ്പാട്? ഓർക്ക് സുഖല്ലേ? ഓരെ സഹായിക്കണം. അവിടെ എത്രയുള്ളത്? 5000. നിങ്ങൾ വല്ല കഷ്ടപ്പെട്ടവർക്ക് ആണ്ട് നടത്താണെങ്കിൽ നിങ്ങൾ ബദരീങ്ങൾ കണക്കി ഒരു കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കഷ്ടപ്പെടൂല ഇനി. പക്ഷേ ബദറുൽ മുനീറിനെ പറഞ്ഞ വാക്ക് ലംഘിച്ചു, അപ്പൊ കുടുങ്ങി. അവിടെയും ബദറുൽ മുനീർ ആവശ്യം, ഇവിടെയും ബദറുൽ മുനീർ ആവശ്യം. ബദറുൽ മുനീർ പറഞ്ഞതിനെ കുറച്ചാളുകളെങ്കിലും ലംഘിച്ചു, അതുകൊണ്ട് ഉഹദിൽ കുടുങ്ങി. അപ്പൊ കുറച്ചാളുകൾ കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ആണ്ട് നടത്താൻ നല്ലത്, മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങൾക്കല്ല. പറയുടെ ചങ്ങായി ഉഹദീങ്ങളുടെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളൂ ചങ്ങായിമാരെ. അതാന്നും കൂടി നല്ലോ. കാരണം എന്തുകൊണ്ട്? രാവിലെ മുതലേ തീറ്റ തുടങ്ങുക. ഇതിപ്പോ നീ എന്താ ആണ്ട് നടത്തിയാലും വൈകുന്നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ആണ്ടോ? ഇത് പ്രധാനപ്പെട്ട ആണ്ടല്ലേ? അത് ആണ്ടാണ്. ഇന്ന് വലിയ സംഭവമല്ലേ? എന്താ ഇന്നത്തെ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ബഹുമാനിച്ചിട്ട് 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു. ഇത് ലോക ചരിത്രത്തിലില്ല. ഒരു മലക്ക് ഇറക്കി കൊടുക്കില്ല, ഒറ്റ മലക്കിനെ. പിന്നെ 5000 ഒരൊറ്റ മലക്കിനെ ഇറക്കി കൊടുക്കില്ല. ഇത് തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബിസലാത്തി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ ബലാ ഇൻ തസ്ബറു വതത്തഖു വയതുകും മിൻ ഫവലിഹിം ഹാദാ യുംദിദുകും റബ്ബുകും. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു യുംദിദുകും റബ്ബുകും, റബ്ബ് സഹായിക്കുന്നുണ്ട് ബി ഖംസത്തി ആലാഫിൻ മിനൽ മലായികതി. എത്ര? 5000 മലക്കിനെ കൊണ്ട്. മുസവ്വിമീൻ എന്നും മുസവ്വമീൻ എന്നും 2 തരം ഖിറാഅത്തുണ്ട്. മുസവ്വിമീൻ അടയാളം സ്വീകരിച്ചവരായ, മുസവ്വമീൻ അടയാളം നൽകപ്പെട്ടവരായ. രണ്ടർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. എന്താ അടയാളം? ചിലർക്ക് മഞ്ഞ തലയെക്കെട്ട്, ചിലർക്ക് വെളുത്താലിയെക്കെട്ട്. തലയെക്കെട്ട് ബാലിട്ട് 2 ചുമല്ലടിയിൽ ബാലുണ്ട് ഇറങ്ങി. പുതിയ തലയെക്കെട്ടുകാർ ഇറങ്ങിയിട്ടാണ് പണിയെടുക്കുന്നത്. തലയെക്കെട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ്. ഇത് എവിടുന്ന് വന്നതാ? പറയങ്ങായി ഇത് മദീനയിലെ ടെക്സ്റ്റൈൽസ് വാങ്ങിയല്ല. ഇത് ഏതാണ്? ആകാശത്ത് നിന്ന് തലി കെട്ടി ഇറങ്ങിയല്ലോ.
പുതിയ തലയെക്കെട്ടുകാരെ കണ്ട് ബദരീങ്ങളെ അന്തം വിട്ടു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അടയാളം വെക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവരെ പ്രത്യക്ഷത്തിൽ വരെ കാണപ്പെടുന്ന രൂപത്തിലാണ് അവർ പണിയെടുത്തത്. ചില തലയെക്കെട്ടുകാരെ കാണുന്നുണ്ട്, പിന്നെ ഒരു കാണുന്നില്ല. മലക്കുകളുടെ കൂട്ടത്തിലെ ബദരീങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മഹാന്മാരായി കണക്കുന്ന മലക്കള് ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത മലക്കളാണ്. അപ്പൊ ഹബീബാ നബി പറഞ്ഞു, ഇവിടെ അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാന്മാരായി കണക്കാക്കുന്നത് ബദറിൽ പങ്കെടുത്തവരെയാണ്. എന്തുകൊണ്ട്? ആരും എൻ്റെ കൂടെ ഇല്ലാത്ത സമയത്ത് എന്നെ സഹായിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ശ്രേഷ്ഠത കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മലക്കുകളാണ് ആര്? ബദറിൽ ഇറങ്ങിയ. അതുകൊണ്ട് അള്ളാഹു ആ 5000 മലക്കൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയാണ്. മലായികത്തിന്റെ ലോകത്ത് ഒരു പ്രത്യേക ശ്രേഷ്ഠതയാണ്. അവർ വന്നാൽ എല്ലാവരും ബഹുമാനിക്കും മലക്കുകളൊക്കെ. കാരണം ഇവർ ആരാ? മലക്കുൻ ബദരിയുൻ, ബദറിൽ പങ്കെടുത്ത മലക്കാണ്. അല്ലെങ്കിലും 1000-ഓളം ആളുകളെ കൊല്ലാനാണെങ്കിൽ കൊല്ലലാണ്. കൊന്നാൻ വന്നിട്ട് മരിച്ചത് രൂപയല്ലേ? ഒരു മലക്കിന് പോലെ 1000 തലവട്ടാൻ. പിന്നെന്തിനാ 5000 ഇറക്കി? നബിയെ ബഹുമാനിക്കുക, അതൊരു ബഹുമാനാണ്. അതിൽ ആ ആളുകളെ ഇറക്കലൊരു ബഹുമാനാണ്. അപ്പുറത്തെ പേരൻ്റെ അപ്പുറത്തെ പെരയെന്നാണ് ഇജ്ജ് പെണ്ണ് കിട്ടുന്നത്. ഇജ്ജ് പെണ്ണ് കിട്ടുന്നത് ഈ പേരൻ്റെ അപ്പുറത്തെ പേരൻ്റെ അപ്പുറത്തെ പേരൻ്റെ അപ്പുറത്തെ പെരയെന്നാണ്. ഇജ്ജ് പീടിക്കുമ്പോൾ അപ്പോഴും അവിടേക്ക് നോക്കി ചിരിക്കും, പിന്നെയും ഇറക്കും. ഈ ചിരി കുടുങ്ങിയിട്ടാണ് ആ തന്ത നിനക്ക് കിട്ടിച്ചേരുന്നത്. ഓരോ ദിവസം 10 തൊട്ട പെരയിൽ പോകും. കൈക്കൊട്ടുണ്ടോ, കുറ്റത്തിൻ്റോ, തേങ്ങണ്ടോ, മാങ്ങണ്ടോ എന്ന് ചോദിച്ചോണ്ട് പോവുകയാണ്. മാവുമ്മക്കാരാനും തേങ്ങ മുറിക്കാനും ഇത് ജാവും പറയുന്നത്. ആ തന്ത കുടുങ്ങി. എന്ത് ഇവനെ കൊണ്ട് തോറ്റുന്ന നീ മറ്റേ മൈമൂനാനെ കെട്ടിക്കന്നെ. മനസ്സിലായോ? ഇങ്ങനെ കുപ്പായിട്ടും തുപ്പായിടാതെയും അങ്ങനെ ഇവിടെയും തോട്ടിൻ്റെ വരുമ്പത്തും അവിടെയും ഇവിടെയൊക്കെ മൈമൂനിയും വീണ്ടും നിൽക്കണുണ്ട്. മനുഷ്യന്മാർ പറയൽ തുടങ്ങിയിട്ടാണ് കെട്ടിക്കണത്. എന്നിട്ട് ഈ പുതിയ അപ്പൾ ഇറങ്ങുമ്പോൾ അനക്കൊച്ചക്കണ് പോയപ്പോൾ അന്നല്ലോ തല്ലാ തീരുമാനിക്കണമെങ്കിൽ കെട്ടിച്ചേരില്ലല്ലോ. അവിടെ 100 ആളെ കൊണ്ടുപോകും. ഇതെന്തേ? അതെൻ്റെ ബഹുമാനാണ്. അവിടേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ ആൾ കുറഞ്ഞാൽ അതെൻ്റെ അപമാനമാണ്. അവിടേക്ക് ഒരാൾ പോകാൻ ആവശ്യമില്ല. ഒരാളെ കൂട്ടിക്കാലം വരെ അവിടെ കൂടെ പോയിട്ടില്ല. കാരണം എന്നെക്കാൾ എൻ്റെ ഈ കൊന്ത്രം പല്ല് എന്നെക്കാൾ നല്ലത് മറ്റാന്ന് വിചാരിച്ചു ഓൾ ഇങ്ങോട്ട് മാറിയല്ലോ എന്ന് വിചാരിച്ച് കാലം വരെ അവൾക്ക് ഒരാളെ കൂട്ടിയിട്ടില്ല. ഇന്ന് മുതൽ ഒരാളെ അങ്ങോട്ട് കൂട്ടിച്ചു കൊണ്ടുപോകില്ല. പക്ഷെ ഇന്ന് 2 വണ്ടി കാളും. ഒരു 10 ജീപ്പിൽ നിറച്ച ആള്, തോരണം, മതി, ഇത് ഒക്കെ കെട്ടി 4 പേരുടെ അപ്പുറത്താണ് അവളെ പോരാ. അവിടേക്ക് ഇതെന്തേ പറയേ? ഈ കാറെടുത്താണ് പോകുക. 10 കാറ്, അകമ്പടി ഒക്കെയാണ്. 150 ആള്. എന്തേ? അതൊരു തെളിയുമാണ്. ഓളെയും ബഹുമാനിക്കലാണ്. ഇത് സ്വയം ബഹുമാനിതനാകലാണ്. ഇത് നടന്നു വന്നിട്ട് നമുക്ക് കബൽ തുമിക്കാനിക്കാറിനാൽ അയാൾക്കത് ബലുണ്ടാവില്ല. ബലൊന്നും വരേണ്ട ആവശ്യം അവിടെ ഇല്ല. ഏതോ ഒരു ഈച്ചനെ പോലത്തെ സാധുവാരും മോദിൽ ഒന്നാണ് സംഭവിച്ചിട്ടുക്ക വാങ്കാറ്റുക്ക. അയാൾ തല്ലൂല. തന്ത തീരെ തല്ലൂല. തന്ത തല്ലാണെങ്കിൽ തല്ലേണ്ട ദിവസമൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്തേ? ഈ മലക്കൾ തല്ലാൻ വന്നതല്ല, ആരെ ബഹുമാനിക്കാനാ. എന്ത് 5000 മലക്കൾ ഇറങ്ങിയിട്ട് പിന്നെയും കുറെ തലവാക്കിയത്? കൊല്ലാൻ വന്നല്ല. പിന്നെ പാറ്റ നന്നാകാത്തിനുണ്ടല്ലോ. എന്ത് അതിൽ പങ്കെടുത്ത പലരും പിന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ തലവട്ടം പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവരിൽ പങ്കെടുത്ത പലരും പിന്നെ ആരായി? സഹാബിയായി. ഇവരെ കൊല്ലാൻ വന്നല്ല, നബി ബഹുമാനിച്ചെന്നാണ്. കൊല്ലാനും തല്ലാനുമാണെങ്കിൽ പറയേണ്ടത് ഒരു മലക്കിനെ അള്ള വിട്ടിട്ടുണ്ട്. ആ മലക്ക് എന്നാണ് ഒരൊറ്റ അടികൊണ്ട് 70,000 കൊല്ലുന്നതാണ്. അങ്ങനെയല്ലേ പറയണ്ട? അങ്ങനത്തെ മലക്കൊക്കെ ഇഷ്ടം പോലെ ആകത്ത്. അവ കൊല്ലാനും തല്ലാനും അല്ല. ഇത് നിങ്ങൾ വിചാരിച്ച ആളല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് അതിനെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മുഹമ്മദിയത്തിന്റെ മർത്തബ, ഇന്ന് മുഹമ്മദിയത്തിന്റെ അളമത്ത.